VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പുകമറ സൃഷ്ടിച്ച യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനാണ് UDFും BJPയും ശ്രമിക്കുന്നതെന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും കള്ളപ്രചരണത്തിന്റെ ഭാണ്ഡക്കെട്ട് തുറക്കുന്നു. താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ ഒരു തവണ പോയെന്ന് പറഞ്ഞത് ഓർമ്മ പിശകെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്നതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രമെന്നും ഏതു കുട്ടി ജയിച്ചാലും മൊമെന്റോ കൊടുക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മൊമെന്റോ കൊടുക്കൽ വലിയ സംഭവമല്ല. മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിന് പുറത്തും പോയി മൊമെന്റോ കൊടുത്തിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രചാര വേലയിലൂടെ ആളുകളെ താറടിച്ച് സ്വാർത്ഥ താല്പര്യം നേടാൻ ശ്രമം. UDFന് കച്ചവട താല്പര്യം മാത്രം. അധികാരത്തിൽ കയറണം, കച്ചവടം നടത്തണം. ഇത് മാത്രമാണ് UDF ചിന്തയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളയിൽ വാർത്ത വരുന്നതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥ ഭക്തൻ എന്നാണ് കരുതിയിരുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. 5 വർഷം മുൻപ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ബിരിയാണി ചെമ്പിലും ഈന്തപ്പഴത്തിലും സ്വർണം കടത്തിയെന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടും ജനങ്ങൾ വിശ്വസിച്ചില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഈ ആരോപണത്തിന് ജനങ്ങൾ മറുപടി നൽകിയെന്നും LDF വീണ്ടും അധികാരത്തിൽ വന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിയുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും ചായക്കണക്ക് വിവരങ്ങൾ പുറത്ത്. 3 മാസത്തെ ചായ കുടിക്കായി സർക്കാരിന് ചിലവായത് 6 ലക്ഷം രൂപ. തുക അനുവദിച്ച് സർക്കാർ ഉത്തരവും ഇറക്കി. 2-ന് പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഈ ഉത്തരവ് കണ്ടാൽ സാധാരണക്കാരുടെ കണ്ണ് തള്ളും. ഒക്ടോബറിൽ 2,06,385, നവംബറിൽ 1,97,286, ഡിസംബർ മാസം 2,01,763. അങ്ങനെ ആകെ 3 മാസം ചായ കുടിക്കാൻ 6,05,434 രൂപ. ചീഫ് സെക്രട്ടറിയുടെ മറ്റു വകുപ്പ് സെക്രട്ടറിമാരുടെയും 3 മാസത്തെ ചായക്കുടി ചിലവാണ് ഈ കണക്ക്. മറ്റു കാര്യങ്ങൾക്കുള്ള തുക എന്ന ശീർഷകത്തിൽ തുക അനുവദിച്ചു. ഉത്തരവും ഇറക്കി. സെക്രട്ടേറിയറ്റിനുള്ളിലെ ഇന്ത്യൻ കോഫി ഹൌസിനാണ് തുക അനുവദിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി എന്ന സർക്കാർ വിശദീകരണത്തിനിടെ പുറത്തിറങ്ങിയ ഈ ഉത്തരവ് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. പിക്കപ്പ് വാനിൽ തണ്ണിമത്തനുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്ഫോടക വസ്തു കണ്ടുവെന്ന സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിക്കപ്പ് വാഹനത്തിന് അകമ്പടി വന്ന കാർ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ദുരൈരാജിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലായിരുന്നു വൻ സ്ഫോടക ശേഖരം പിടികൂടിയത്. തണ്ണിമത്തനുകൾ കേരളത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയെന്ന വ്യാജേനയാണ് തമിഴ്നാട് ധാരാപുരം പൂരിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്. 100-ലധികം പെട്ടികളിലായി 18,000 ജെലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിനൈറ്റുകളുമാണ് വാനിൽ നിന്നും പിടിച്ചെടുത്തത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. പിക്കപ്പ് വാനിന് കാറിൽ അകമ്പടി വന്ന തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ദുരൈരാജിനെയാണ് തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായത്. അന്ന് അറസ്റ്റിലായ വാഹനം ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി സെന്തിൽകുമാർ റിമാൻഡിലാണ്. കോഴിക്കോട്, തൃശൂർ ജില്ലകളെ ലക്ഷ്യമാക്കിയാണ് സ്ഫോടക വസ്തുക്കൾ കടത്തിയിരുന്നത്. ക്വാറികളിൽ ഉപയോഗിക്കുന്നതിനാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ വൻതോതിൽ കേരളത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിയ സംഭവം പോലീസ് വിശദമായി അന്വേഷിക്കുന്നതാണ്. തിരുവനന്തപുരം കല്ലമ്പലത്ത് +2 വിദ്യാർത്ഥിക്ക് +1 വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. KTCT സ്കൂളിലെ +2 വിദ്യാർത്ഥി സൈദലിക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കുട്ടിയുടെ ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഫെബ്രുവരി 22-നായിരുന്നു സംഭവം. പരീക്ഷ കഴിഞ്ഞ ശേഷം ശുചിമുറിയിലേക്ക് പോകുന്ന വഴിയിലാണ് സൈദലിക്ക് മർദ്ദനമേറ്റത്. 10ഓളം +1 വിദ്യാർത്ഥികളാണ് സൈദലിയെ മർദ്ദിച്ചത്. 5 മാസം മുൻപ് ഒരു ബാനർ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ വൈരാഗ്യം സൂക്ഷിച്ചാണ് +1 വിദ്യാർത്ഥികൾ സൈദലിയെ മർദ്ദിച്ചത്. ഏകദേശം 5 മിനിറ്റോളം സൈദലിയെ വിദ്യാർത്ഥികൾ തല്ലി. ശബ്ദം കേട്ടൊരു അധ്യാപിക എത്തിയതോടെയാണ് +1 വിദ്യാർത്ഥികൾ മർദ്ദനം അവസാനിപ്പിച്ചത്. മർദ്ദനത്തിന് സൈദലിക്ക് കൈക്കും തോളിനും കഴുത്തിനും കേട്ടിട്ടുണ്ട്. മർദ്ദനത്തിൽ ശ്വാസകോശത്തിൽ വീക്കമുണ്ടായതിനാൽ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. സംഭവത്തിൽ സ്കൂളിനെതിരെ രക്ഷിതാക്കൾ ആരോപണവുമായി രംഗത്തെത്തി. സ്കൂൾ അധികൃതർ വിഷയം മൂടിവെക്കാനാണ് ശ്രമിച്ചതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. സൈദലിയെ മർദ്ദിച്ച കുട്ടികൾ ഒരു കുട്ടിക്കെതിരെ മാത്രമാണ് അധികൃതർ നടപടിയെടുത്തതെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ സ്കൂൾ അധികൃതരും കുട്ടിയുടെ വീട്ടുകാരും കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്കും രക്ഷിതാക്കൾ പരാതി നൽകി.
ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി PMTV ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ്. മറക്കാതെ കാണുക.